ഹലോ എവ്രി വൺ. അപ്പോൾ ഒരു കിടിലൻ സോയ ചങ്ക്സിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ആദ്യം സോയ വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം അത്യാവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി, ഒരു 2 സ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഇതിൽ ഞങ്ങൾ കുറച്ച് കോൺഫ്ലവറൊക്കെ ചേർക്കുന്നുണ്ട്, ബിക്കോസ് വറുത്തെടുക്കാനാണ്. പിന്നെ കുറച്ച് മൈദ, 2 മുട്ട ഇതിലോട്ട് ഉടച്ച് പാരുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ആരാ ഉണ്ടാക്കുന്നേ? രതീഷ് വെള്ളാമയിൽ. അപ്പോൾ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സില്ലേ, അത് വറുത്ത് കോരിയെടുക്കണം. രതീഷ് ചേട്ടനാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഞങ്ങൾ കൂടെ കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോയ ചങ്ക്സ് നന്നായി ഫ്രൈ ആയി വരണം. ഇങ്ങനത്തെ കറികളിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന രതീഷ് ചേട്ടനായതുകൊണ്ടും രതീഷ് ചേട്ടൻ ഉണ്ടാക്കിയാലാണ് അതിന് ടേസ്റ്റ് ഉള്ളതുകൊണ്ടും അപ്പോൾ അങ്ങേരെ തന്നെയാണ് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാറ്. രതീഷ് ചേട്ടൻ വറുത്ത് കോരിയിടുന്ന സോയ ചങ്ക്സ് തിന്ന് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ 2 പേരും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. എന്തിനാണോ എന്തോ ഞാൻ കുറച്ച് ചെറിയുള്ളിയൊക്കെ എടുത്ത് തോല് കളഞ്ഞ് അതൊക്കെ ഒന്ന് ചതച്ച് വെച്ചു. അപ്പോഴേക്കും സോയ ചങ്ക്സ് ഫുള്ള് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് സോയ ചങ്ക്സ് വറുത്ത എണ്ണയില്ലേ, അത് ആദ്യം അതിലേക്ക് ഒഴിച്ചു. പിന്നെ എക്സ്ട്രാ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ചതച്ച് വെച്ച് ചെറിയുള്ളി അത് ആഡ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈ സവാള ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ ഒരു തക്കാളി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു തക്കാളി അരിഞ്ഞു വെച്ചു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു 2 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് തക്കാളിയൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതൊന്നൊരു സെമി ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇല്ലേ, അത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ഹെൽപ്പും ചെയ്യാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സോയ ചങ്ക്സിൻ്റെ റെസിപ്പി റെഡി. അപ്പോൾ അത്രയേ ഉള്ളൂ സോയ ചങ്ക്സിൻ്റെ റെസിപ്പിയുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.